സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം ബിഗ് ബോസ് സീസൺ 7 ഇങ്ങോട്ട് അടുത്ത് വന്നു കഴിയുമ്പോൾ പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ തമിഴിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് മാറുകയാണോ? അപ്പോൾ ബിഗ് ബോസ് മാറുകയാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വോയിസിനെയാണ് ഇത്രയും നാളും ബിഗ് ബോസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രത്യേക സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പം ബിഗ് ബോസിന്റെ വോയിസ് മാറുന്നോ എന്നൊക്കെയുള്ള ഒരു പല ചർച്ചകളും പല സോഷ്യൽ മീഡിയ വീഡിയോകളും ഞാൻ കാണാനിടയായി. അപ്പം നമ്മൾ അത് പറ്റി തിരക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ വോയിസിനെ പറ്റി സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഗാംഭീര്യമാർന്ന ഒരു വോയിസ് ആണ്. എല്ലാ ലാംഗ്വേജുകളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വോയിസ് നമ്മുടെ മലയാളം ബിഗ് ബോസ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം തമിഴ് ബിഗ് ബോസ് നമ്മുടെ സാഷോ എന്ന് പറയുന്ന ആള് നല്ല മികച്ച വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാഷോയുടെ വോയിസ് നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം. ആളുടെ വോയിസും നല്ല പ്രൊണൗൺസിയേഷനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് തമിഴാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും പുള്ളി ആവശ്യാനുസരണം പുള്ളി ഉപയോഗിക്കും. അതുപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും കുറച്ച് റൊമാൻറ്റിക് രീതിയിലാണെന്നുണ്ടെങ്കിലും അതല്ല കുറച്ച് കഠിനകരമായ രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പുള്ളിയുടെ വോയിസും നല്ല അടിപൊളിയായിട്ടുള്ള വോയിസ് ആണ് നമ്മുടെ തമിഴ് ബിഗ് ബോസിന് വോയിസ് കൊടുക്കുന്ന സാഷോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ. അപ്പം അതാണ് എനിക്ക് മികച്ച ഒരു വോയിസ് ആയിട്ട് തോന്നിയത്. വോയിസ് കുറച്ചുകൂടെ പ്രൗഢി നമ്മുടെ മലയാളം ബിഗ് ബോസിന് വോയിസ് കൊടുക്കുന്ന നമ്മുടെ രഘുരാജിന് തന്നെ ഉണ്ട്. ബട്ട് ഒരു ഫ്ലുവൻസിയും സംസാരിക്കുന്ന രീതിയും സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുന്ന ഒരു വേ ഓഫ് ടോക്ക് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് തമിഴ് ബിഗ് ബോസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് മലയാളത്തിലേക്ക് വരാം. നമ്മുടെ രഘുരാജിന്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയും നാളെ സീസൺ 6 വരെയും രഘുരാജ് തന്നെയാണ് മലയാളം ബിഗ് ബോസിന് വോയിസ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു സീസണിൽ പുതിയൊരാൾ വരുന്നു, സ്ക്രീനിങ് നടക്കുന്നു, ഓഡിയോ ടെസ്റ്റ് ഒക്കെ നടക്കുന്നു എന്നൊക്കെയുള്ള ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടക്കുന്നുണ്ട്. മേ ബി കഴിഞ്ഞ ഒരു സീസൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ബിഗ് ബോസിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ സീസൺ 5 വരെ നല്ലൊരു പ്രൗഢി ഉണ്ടായിരുന്നു, ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. പക്ഷെ സീസൺ 6 എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സീസൺ 6 നല്ല മോശമായിരുന്നു, അല്ലെങ്കിൽ അത്ര ബോറായിരുന്നു. ഈ രഘുരാജ് തന്നെയാണോ വോയിസ് കൊടുത്തിരുന്നത് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ പറയുന്നതല്ല, നിങ്ങൾ സീസൺ 6 കണ്ടിട്ടുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സീസൺ 6ന്റെ പല ലൈവ് ചാറ്റിനിടയിലാണെന്നുണ്ടെങ്കിൽ പോലും പല വീഡിയോയ്ക്കിടയിൽ പോലും പലരും കമന്റ് ചെയ്യുന്നതും ഞാനും കണ്ടിട്ടുണ്ട്. ഇത് ബിഗ് ബോസിന് എന്ത് പറ്റി, ബിഗ് ബോസിന് ജലദോഷം പിടിച്ചോ, ബിഗ് ബോസിന്റെ വോയിസിന് എന്ത് പറ്റി എന്നിങ്ങനെയുള്ള രീതിയിലുള്ള പല കമന്റുകളും വരുന്നുണ്ട്. ചിലപ്പം ആരോഗ്യ പ്രശ്നങ്ങളാൽ പഴയ ഒരു ഗാംഭീര സൗണ്ടിൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും ആയിരിക്കാം സംസാരിച്ചത്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിലേക്ക് പുതിയൊരാൾ വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി മാറട്ടെ. കാരണം ആ ഒരു വോയിസ് കഴിഞ്ഞ ഒരു തവണത്തെ സീസണും അത്രയ്ക്ക് മോശമായിരുന്നു. അതിന്റെ കൂടെ വോയിസും കൂടെ കൊള്ളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ ഒരു സംസാര രീതി, കൺഫ്യൂഷൻ റൂമിൽ ഇരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം എൻറ്റയർ ഹൗസിൽ നമ്മൾ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ആ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ബിഗ് ബോസ് ഷോ ആണെന്ന് തോന്നത്തുള്ളൂ. കണ്ടസ്റ്റൻസും കൂടെ അലമ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ആ ഒരു വോയിസും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു അലമ്പ് സീനാവും. എന്താണെങ്കിലും ഈ ഒരു രഘുരാജ് എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസുമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആളെ മാറ്റി അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് സീസൺ 1ലും 2ലും 3ലും 4ലും ഒക്കെ കേട്ട് വന്നിരുന്ന അതേ ഗാംഭീര്യമുള്ള ആരെങ്കിലും വരട്ടെ, നല്ല സൗണ്ട് കൊണ്ടുവരട്ടെ. എന്നാൽ നമ്മുടെ ആ ഒരു ഷോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗാംഭീര്യം കാണുന്ന പ്രേക്ഷകർക്കും തോന്നത്തുള്ളൂ. എന്താണെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. നല്ലൊരു സൗണ്ടുമായിട്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 നടക്കട്ടെ. കാരണം പല വെറൈറ്റി ചേഞ്ചസുകളും കാര്യങ്ങളും ഷോ ഡയറക്ടർ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതുപോലെ ബിഗ് ബോസിന്റെ സൗണ്ട് കൊടുക്കുന്ന ആളെയും മാറ്റട്ടെ, നല്ലൊരു സൗണ്ടുമായിട്ട് എത്തട്ടെ. കാരണം കഴിഞ്ഞ ഒരു സീസണിലെ സൗണ്ട് നല്ല ബോറായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സീസണിൽ നല്ലൊരു പുതിയൊരാൾ വന്ന് നല്ലൊരു ഗാംഭീര്യത്തോടെയുള്ള സൗണ്ടിൽ ബിഗ് ബോസ് നമുക്ക് കാണാൻ ഇടയാവട്ടെ. എന്താണെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും തരാമെന്ന് വെച്ചത്. അപ്പം ഈ ഒരു സീസണിൽ എങ്ങനെയാണെന്നുള്ള കൺഫർമേഷനും കാര്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല. അപ്പം നല്ലൊരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നേക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതാണ്. ബിഗ് ബോസ് മലയാളത്തിന് പുതിയൊരു വോയിസും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.